Hi friends, welcome all. Do you want to speak in English fluently and confidently? നിങ്ങൾ ഇംഗ്ലീഷിൽ ആത്മവിശ്വാസത്തോടെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന 5 ടിപ്സ് ആണ്. എങ്ങനെയാണ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുക? ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ചിന്തിക്കുക. Try to think in English instead of translating from Malayalam. This helps you speak fluently and confidently. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുക, നേരെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ഇംഗ്ലീഷിൽ നമ്മൾ ചിന്തിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു ഫംഗ്ഷന് പോവാണ്. വിച്ച് ഡ്രസ് ഡു ഐ ഹാവ് ടു വെയർ? ഏത് ഡ്രസ്സാണ് അപ്പം ഞാൻ ഇടേണ്ടത്? ഐ ഹാവ് ടു കോൾ ലീന. എനിക്ക് ലീനയെ വിളിക്കേണ്ടതുണ്ട്. ഓ വിൽ ഷീ കം? ഒക്കെ എൻ്റെ കൂടെ വരുമോ? എനിക്ക് അവിടെ നേരത്തെ എത്താൻ പറ്റുമോ? Can I reach there? Can I speak to Lina's mom? എനിക്കിപ്പോൾ ലീനയുടെ മോമിനോട് സംസാരിക്കാൻ പറ്റുമോ? Can I come early? എനിക്ക് നേരത്തെ വരാൻ കഴിയുമോ? ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കാം. അതാണ് ഒന്നാമത്തെ ടിപ്പ്. അപ്പം നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാം. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എന്താ? പ്രാക്ടീസ് ഇംഗ്ലീഷ് ഡെയിലി. പ്രാക്ടീസ് സ്പീക്കിംഗ് ഡെയിലി. ഓക്കെ, അതായത് നമ്മൾ ദിവസവും ഇംഗ്ലീഷിൽ സംസാരിക്കാം. Speak English every day if it's even just to yourself. Talk your plans, your day, and describe what you see. അതായത് നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് സംസാരിച്ച് പഠിക്കാം. നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്ലാനുകൾ, നമ്മൾ എന്തൊക്കെയാ ചുറ്റും കാണുന്നത്, അതൊക്കെ നമുക്ക് സംസാരിച്ച് നോക്കാം. ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാം. ഓക്കെ, then third tip എന്ന് പറയുന്നത് learn phrases, not just a word. അതായത് focus on learning phrases. ഒരു വാക്ക് മാത്രമല്ല നമ്മൾ പഠിക്കുക, അതിന് പകരം എന്തൊക്കെ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നോ അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. ഇത് നമ്മുടെ ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, then fourth tip എന്ന് പറയുന്നത് listen and repeat. Listen and repeat. Listen to English conversations and repeat what you hear. This helps you improve fluency and pronunciation. അതായത് നമ്മൾ ഇംഗ്ലീഷിന്റെ കോൺവെർസേഷൻ ശ്രദ്ധിക്കുക, കേൾക്കുക, വീഡിയോസ് കാണുക, അത് വീണ്ടും വീണ്ടും കേട്ട് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, then fifth tip is mistakes help you learn. Mistakes help you learn. The more you speak, the more confident you will become. അത് നമ്മൾ എത്രത്തോളം സംസാരിക്കുന്നു അത്രത്തോളം കോൺഫിഡൻസ് നമുക്ക് കിട്ടും. തെറ്റുകളൊക്കെ, മിസ്റ്റേക്സ് വരുത്തുന്നതൊക്കെ നമ്മളെ പഠനത്തിന്റെ ഒരു ഭാഗമാണ് അല്ലേ? ഇപ്പൊ തെറ്റിക്കോട്ടെ, ഹൂസ് പെർഫെക്റ്റ് ഹിയർ, നൗ പഠി അല്ലെ? അപ്പൊ നന്നായിട്ട് സംസാരിക്കുക. തെറ്റുകൾ അതിന്റെ ഒരു ഭാഗമാണ്, നമ്മൾ തിരുത്തി പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് ഒരു 30 ഡേയ്സിന്റെ ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ക്ലാസ് ഇടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് മറക്കണ്ട, അതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.